കേരളത്തിലെ തൈപ്പൂയ ആഘോഷങ്ങളിൽ പ്രധാന ഇടമാണ് തൃശൂർ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം. മനോഹരമായ പൂക്കാവടികൾ തൈപ്പൂയത്തിനാടാൻ വർഷങ്ങളായി സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു നാടാണ് കൂർക്കഞ്ചേരി. ഓരോ തവണയും വ്യത്യസ്തമായ കാവടികൾ ലക്ഷങ്ങൾ മുടക്കി ഇവിടുത്തെ ജനങ്ങൾ തന്നെ നിർമ്മിക്കും. അഴകിലും ഉയരത്തിലുമുള്ള മത്സരമാണ് ഇവിടുത്തെ പ്രത്യേകത. ഉത്സവങ്ങൾ എന്നും വർണ്ണാഭമാക്കാൻ തൃശൂർ ശ്രമിക്കാറുണ്ട്. തൃശൂർ പൂരം മാത്രമല്ല, കൂർക്കഞ്ചേരി പൂയവും സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആഘോഷമാണ്. ആ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന തൈപ്പൂയക്കാവടികൾ നിർമ്മിക്കുന്നതാകട്ടെ ഒരു നാടിന്റെ കരവിരുതിലും. ഇത് ഇവിടുത്തെ ആൾക്കാരാണ് ഈ കാവടി കെട്ടണത്. ഇത് കൊട്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ ഡിസൈൻ ഇതായാലും വെൽഡിങ് ഇതായാലും ഒക്കെയും ഇവിടെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വടൂക്കര പടിഞ്ഞാട്ടുമുറി കാവടി സമാജം 20 അടിയിലധികം ഉയരമുള്ള കാവടികളാണ് ഇക്കുറി ഒരുക്കുന്നത്. അണിയറയിൽ പല സസ്പെൻസുകളും ദേശങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. മത്സരമാണ് കാവടിക്ക്. അപ്പോൾ അതിൻ്റെ എണ്ണങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിമനോഹരമായ ഒരു ഇവിടെ കെട്ടണ കാവടി തന്നെ ഒരു 10-35 കാവടികൾ പുതിയ കാവടികൾ കെട്ടുന്നുണ്ട്. തീജാമുണ്ടി കാവടി തന്നെയാണ് പടിഞ്ഞാട്ടുമുറിയുടെ ഇത്തവണത്തെ പ്രത്യേകത. തീച്ചാമുണ്ടിയാണ്. നമ്മളൊരു തെയ്യത്തിൻ്റെ ഒരു കോമ്പോ കണ്ടപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നോക്കിയതാണ്. കഴിഞ്ഞ വട്ടം കരിങ്കാളിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വട്ടം നമുക്ക് കുറച്ചുകൂടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു തെയ്യാണിത്. അപ്പോൾ അതിൻ്റെ ഒരു തീമിൽ നമ്മൾ ഉണ്ടാക്കിയതാണിത്. വർഷങ്ങളായി നാട്ടുകാർ തന്നെയാണ് കൂർക്കഞ്ചേരി പൂയത്തിന് കാവടികൾ തയ്യാറാക്കുന്നത്. പ്ലാസ്റ്റിക്, ചൈന പേപ്പർ തുടങ്ങി കുട്ടയിൽ വരെ തീർത്ത അതിമനോഹരങ്ങളായ കാവടികൾ. കാലത്തിനനുസരിച്ച് കാവടികളിൽ പുതുമയുമേറും. ഒരു നാടിന്റെ കൂട്ടായ്മയാണ് ഇന്നും ഈ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 തൃശൂർ. യെസ്, അപ്പോൾ പൂയം മിസ് ചെയ്യുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഇടയിൽ ഒന്ന് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുക, പൂയത്തിന് പോകണ പ്ലാൻസ് ഒക്കെ പറയാം. അവിടെ വെടിക്കെട്ടിന് സമയമായി, വേഗം ഇറങ്ങ്, കാവടിയാട്ടം കാണണം, അത് കാണണം, ഇത് കാണണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്കും അങ്ങനെ തന്നെയാണ്. അന്നത്തെ പൂയം നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങി പോകുന്നതാ. ഈ വൈകിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാവടികൾ ഓരോ ദേശത്തുനിന്ന് വരാൻ തുടങ്ങും. അതൊരു മത്സരം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ശൂലമൊക്കെ കുത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കാണാത്ത അല്ലെങ്കിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് അതിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനോഹരമാണ്.